മെസ്സി വിവാദത്തിൽ മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ കുരുക്ക് മുറുകുകയാണ്. സാമ്പത്തിക കുറ്റാന്വേഷണത്തിന് പുറമെ വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചേക്കും. തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ഒരു പൈസ പോലും നഷ്ടമായില്ല എന്ന് അബ്ദുറഹ്മാൻ വാദിക്കുമ്പോഴും GST ഇനത്തിൽ മാത്രം ഖജനാവിന് കോടികൾ നഷ്ടമായി എന്നാണ് കണ്ടെത്തൽ. അൻഫ്ലിഡ് ഡിസൂസ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അൻഫ്ലിഡ്, സംസ്ഥാനത്തിന് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് മുൻമന്ത്രി അടക്കം ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്നു. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ് വലിയ തരത്തിലുള്ള ക്രമക്കേട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്, GST തട്ടിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അതോടൊപ്പം വിജിലൻസ് അന്വേഷണം കൂടി പ്രഖ്യാപിക്കാൻ, അതായത് സാമ്പത്തിക ക്രമക്കേടിന് അപ്പുറത്തേക്ക് വിജിലൻസ് അന്വേഷണം കൂടി പ്രഖ്യാപിക്കാൻ സർക്കാർ ഒരുങ്ങുകയാണല്ലോ. വിവരങ്ങൾ അൻഫീൽഡിലേക്ക് വരാം. ഏതായാലും മെസ്സി വിവാദത്തിൽ മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാന് ഏകദേശം കുരുക്ക് മുറുകയാണ്. അതായത് വി അബ്ദുറഹ്മാന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന് നേരത്തെ തന്നെ കായിക മന്ത്രി OJ ജനീഷ് വ്യക്തമാക്കിയതാണ്. ഈ കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ടും വ്യക്തമാക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്നാണ് കരുതുന്നത്. അതായത് വി അബ്ദുറഹ്മാന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സാമ്പത്തിക കുറ്റാന്വേഷണത്തിന് പുറമെ ഒരു വിജിലൻസ് അന്വേഷണം കൂടി പ്രഖ്യാപിക്കാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഈ നേരത്തെ തന്നെ വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കിയതാണ് സർക്കാരിന് ഒരു പൈസ പോലും ഈ സംഭവത്തിൽ നഷ്ടമായിട്ടില്ല എന്നുള്ളത്. അതോടൊപ്പം തന്നെ സ്പോൺസറെ തെരഞ്ഞെടുത്തത് അടക്കമുള്ള വിഷയങ്ങളിൽ ചട്ടങ്ങൾ പാലിച്ചില്ല എന്നടക്കം മുഖ്യമന്ത്രി ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതാണ്. ഈ ഘട്ടത്തിലാണ് ഇനിയുള്ള അന്വേഷണം എങ്ങനെയാണ് എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അൻഫ്ലിഡ് ഡിസൂസ വിവരങ്ങൾ നൽകും. അൻഫ്ലിഡ്, വിജിലൻസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താനുള്ള ആലോചന ഉണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ, സാമ്പത്തിക തട്ടിപ്പിനപ്പുറത്തേക്ക്. ഏറ്റവും ഗുരുതരമായ ക്രമക്കേടാണ്, സാമ്പത്തിക കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും നാള് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് അല്ലെ ധന ഏജൻസി അതിനപ്പുറത്തേക്ക് ദേശീയ തലത്തിലുള്ള അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നു. അപ്പോൾ കാരണം ഇത് ഫെമ നിയമങ്ങളുടെ ചട്ടലംഘനം ഉൾപ്പെടെയുള്ള നടന്നിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് GST വലിയ തോതിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഈ കോടികളുടെ ക്രമക്കേട് നടന്നതുകൊണ്ട് തന്നെ സാമ്പത്തിക തിരിമറി ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷണത്തിലായിരുന്നു കൂടുതൽ ഊന്നൽ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ മുൻ മന്ത്രിയാണ് പ്രതിക്കൂട്ടി നിൽക്കുന്നത്. മുൻ മന്ത്രി പ്രതിക്കൂട്ടി നിൽക്കുമ്പോൾ അഴിമതി നിരോധന വകുപ്പ് പ്രകാരം വിജിലൻസ് അന്വേഷണത്തിനുള്ള ശുപാർശ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ വിജിലൻസ് അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായും മുൻ കായിക മന്ത്രിയായിരുന്ന വി അബ്ദുറഹ്മാനാണ് കുരുക്ക് മുറുകുന്നത്. അദ്ദേഹം ഇപ്പോൾ തന്നെ പ്രതിക്കൂട്ടി തന്നെയാണ്. എത്ര തവണയായാലും ഒരു ചില്ലിക്കാശ് പോലും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും ഒരു സ്വകാര്യ സ്പോൺസർക്ക് വേണ്ടി വഴിവിട്ട രീതിയിൽ സഹായിച്ചു എന്നാണ് ഓരോ ദിവസവും കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നത്. എല്ലാ തെളിവുകളും ഈ കായിക മന്ത്രിക്കും അതോടൊപ്പം തന്നെ സ്പോൺസർക്കും എതിരാണ്. ഒരൊറ്റ രേഖ പോലും ഇവർക്ക് സമർപ്പിക്കാൻ കഴിയുന്നില്ല. മുഴുവൻ രേഖകളും വ്യാജമായി ഉണ്ടാക്കുന്നത്, ഒരു സ്ഥിരീകരണമില്ലാത്ത കാര്യങ്ങളാണ്. പൂർണ്ണമായും കളവ് പറഞ്ഞാണ് ഈ രീതിയിൽ ഒരു വലിയൊരു ഇവന്റ് കേരളത്തിൽ നടത്തുമെന്ന് പറയുകയും ആ രീതിയിൽ തീയതികളൊക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ ഇങ്ങനെ ഒരു മെസ്സിയെ പോലുള്ളൊരു കായിക താരത്തെ കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള പാലിക്കേണ്ട എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ പിന്നീട് അത് തെളിയുന്നു ഒരൊറ്റ നടപടിക്രമം പോലും പാലിച്ചിരുന്നില്ല എന്നാണ്. അപ്പോൾ മെസ്സിയെ മറയാക്കി വലിയ രീതിയിലുള്ള കോടികളുടെ തിരിമറിക്ക് മുൻ മന്ത്രി കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ കായിക വകുപ്പും അതോടൊപ്പമുള്ള സർക്കാർ സംവിധാനങ്ങളും എല്ലാ രീതിയിലും വഴിവിട്ട് സഹായിച്ചു എന്നാണ് കണ്ടെത്തലുകൾ. അതുകൊണ്ടാണ് അത് വിജിലൻസ് അന്വേഷണത്തിൽ കൂടി നടത്തണമെന്നൊരു ആവശ്യം വരുന്നത്. വിജിലൻസ് അന്വേഷണം കൂടി വരുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം അഴിമതി നിരോധന നിയമമാണ്. വിജിലൻസ് അന്വേഷണം വരുമ്പോൾ ഇത് വലിയ രീതിയിൽ കുരുക്ക് മുറുകുന്നു. കായിക മന്ത്രി എന്ന നിലയിൽ വി അബ്ദുറഹ്മാൻ വലിയ രീതിയിൽ കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയും ഉന്നതതല അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കും. ഈ സർക്കാർ വിവിധ തലങ്ങളിലാണ് ഈ അന്വേഷണം മാറുന്നത്. ക്യാബിനറ്റിൽ ഈ കഴിഞ്ഞ ദിവസം ക്യാബിനറ്റിൽ ചേർന്നപ്പോൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ റിപ്പോർട്ട് തങ്ങൾ പഠിക്കുന്നു. ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് 2 ദിവസമേ ആയുള്ളൂ. അപ്പോൾ സമഗ്രമായ റിപ്പോർട്ടിൽ പരിശോധന നടത്തണം, റിപ്പോർട്ട് പഠിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ്, കാരണം വിവിധ തലങ്ങളിലെ അന്വേഷണം വേണമെന്ന് ആദ്യ നോട്ടത്തിൽ തന്നെ, അതായത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. വിവിധ രീതിയിലാണ് ഈ അഴിമതി അല്ലെങ്കിൽ വിവിധ രീതിയിൽ
രീതിയിലാണ് ഈ ക്രമക്കേട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തലങ്ങളിലെ പരിശോധനയും അന്വേഷണവും വേണ്ടിവരും. അങ്ങനെ വരുമ്പോൾ ഈ നിലവിൽ സംസ്ഥാനത്ത് ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച് കമ്മീഷൻ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നതോടൊപ്പം തന്നെ സമാന്തരമായി തന്നെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലാണ് ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു സമഗ്രമായ ചിത്രം കിട്ടുമെന്നാണ് സർക്കാർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഈ കേസിൽ എത്രത്തോളം ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് വിടണമോ എന്ന കാര്യത്തിൽ എന്തായാലും ഇത് സംസ്ഥാനത്തിന്റെ അന്വേഷണ പരിധിയിൽ വിജിലൻസ് അന്വേഷണം വരുമ്പോൾ മുൻ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ക്രമക്കേടുകൾ അദ്ദേഹത്തിന്റെ നേരെയുള്ള കുറ്റകൃത്യവുമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഏതൊക്കെ തലങ്ങളിലാണ് ഈ അഴിമതി അല്ലെങ്കിൽ ഈ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് ഇത് കിടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ പല ദേശീയ അന്വേഷണ പല രീതിയിൽ CBI അന്വേഷണം വരെ വരാനുള്ള ഒരു സാധ്യത നിൽക്കുന്നുണ്ട്. ED അന്വേഷണം, SFI അന്വേഷണം ഉൾപ്പെടെയുള്ള അന്വേഷണത്തിന്റെ പരിധിയിലൊക്കെ തന്നെയും ഇത് വരും. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ മെസ്സിയുടെ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുറുകയാണ്. ഒട്ടും അമാന്തിക്കാതെ ഇതിൽ എത്രയും വേഗം തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് ഉയർന്നു വരുന്നത്. അങ്ങനെ വരുമ്പോൾ അടുത്ത ക്യാബിനറ്റ് വരെ നീളാൻ സാധ്യതയില്ല. ചിലപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ സർക്കാർ എന്ത് തുടരന്വേഷണമാണ് ഈ മെസ്സിയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന പ്രഖ്യാപനം 1-2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്.